ഹലോ ഗൈസ്, ഞാൻ ഇച്ചിരി പരിപ്പ് ഉപ്പും മഞ്ഞൾപ്പൊടി ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതെനിക്ക് എന്താണെന്നറിയാമോ, കുറച്ച് ഇച്ചിരി പരിപ്പും പാലക്കും കൂടെ ഒന്ന് കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. പാലക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കണ്ട പാലക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം പരിപ്പിനകത്ത് പാലക്കിട്ട് കറി വെക്കേണ്ടതുകൊണ്ട് ഇച്ചിരി വെള്ളം കൂടെ വെച്ചിട്ട് ഉണ്ട് ഞാൻ, കേട്ടോ. പരിപ്പും പാലക്കും കൂടെ ഒരു കറി വെക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ പരിപ്പും പാലക്കും കൂടെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്, കേട്ടോ. നോക്കിക്കേ, നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളിതിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്തിട്ടുണ്ടായിരുന്നു, കേട്ടോ. ഇനി അതിൻ്റെ ഒരു അരപ്പ് നമുക്ക് കൂട്ടാം. ഇത് നമ്മുടെ പരിപ്പും പാലക്കും കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങാ പൗഡറാണ്. എനിക്കെപ്പോഴും അതാണ് നല്ലത്. കാര്യം നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഓടി വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇച്ചിരി പച്ചക്കറിയൊക്കെ വെക്കണമെങ്കിൽ നമുക്കിതേ പറ്റത്തുള്ളൂ. തേങ്ങ തിരുകാനും അരയ്ക്കാനും അല്ലെങ്കിൽ പാലെടുക്കാനും ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ നമുക്ക് ജോലിക്കൊക്കെ പോകുന്നവർക്കെല്ലാം എപ്പോഴും ഇത് തന്നെയാണ് നല്ലത്, കേട്ടോ. അതുകൊണ്ട് എല്ലാവരും തേങ്ങാ പൗഡർ മേടിച്ച് നല്ലൊരു ഉപയോഗിച്ചോളാം. നല്ല ടേസ്റ്റാണ് കറിക്കൊക്കെ, കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല, അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് കൂടുതലും അത് തന്നെ ഇഷ്ടം. ഞാൻ പച്ചക്കറിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തേങ്ങയുടെ പൗഡർ തന്നെയാണ് ഇഷ്ടവും. കാര്യം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ടേസ്റ്റും ഉണ്ട്. ടേസ്റ്റ് ഇല്ലെങ്കിലും നമ്മൾ മാറ്റിയാൽ മതിയല്ലോ, നല്ല ടേസ്റ്റ് അല്ലേ, പിന്നെ കുഴപ്പമില്ല. അപ്പം ഇനിയിപ്പോൾ എനിക്ക് ഇച്ചിരി തേങ്ങാപ്പാലെല്ലാം ഞാൻ കലക്കി ഒഴിച്ച് കറി ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപ്പിനും പാലക്കിനും കൂടെ കറിക്കൊന്ന് കടുക് താളിക്കാനായിട്ട് ഞാൻ ഇച്ചിരി പാനടുപ്പിൽ വെച്ച് ഒന്ന് എണ്ണ ഒഴിച്ച് ചൂടായി കടുക് പൊട്ടിച്ച് ജീരകം പൊട്ടിച്ച് പിന്നെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണേ. ഒന്ന് മൂത്ത് വരട്ടെ. നമുക്കിപ്പം അതിൻ്റെ കൂടെ ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 3-4 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്, കേട്ടോ. വലിയ എരിവൊന്നും ഇല്ലാത്ത മുളകാണേ. നമ്മുടെ വെളുത്തുള്ളി നല്ലപോലെ മൂക്കണം. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ അരച്ചെടുക്കാത്തതുകൊണ്ട്, നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് വെളുത്തുള്ളിയും ജീരകം എല്ലാം കൂടെ അരയ്ക്കാൻ പറ്റുമല്ലോ. അപ്പം ഞാൻ എടുത്തതെന്ന് വെച്ചാൽ തേങ്ങാ പൗഡറില്ലേ, അതുകൊണ്ട് എനിക്ക് അരയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ അതിന് പകരം പിന്നെ ജീരകം പൊട്ടിച്ചതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കും നല്ലപോലെ. ഒരു 4 അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, കേട്ടോ. കാര്യം എന്താണെന്നറിയാം, നമ്മൾ അരയ്ക്കുമ്പോൾ 1-2 മതിയാകും. പക്ഷേ നമ്മൾ കടുക് താളിക്കുമ്പോൾ ഇല്ലേ 3-4 എണ്ണം വേണം, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. തന്നെയല്ല, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഞാൻ വെളുത്തുള്ളിയെല്ലാം നല്ലപോലെ മൂപ്പിച്ച് എല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് കറിയിൽ നിന്ന് ചരുവത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം, പാത്രത്തിലോട്ട് മാറ്റാം, കേട്ടോ. നോക്കിക്കേ, നമ്മുടെ കറി കണ്ടോ. നമ്മുടെ പരിപ്പും പാലക്കും എല്ലാ പണിയും കഴിഞ്ഞ് കറി അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം നമുക്ക് കാണുമ്പോൾ നമുക്ക് ഒരു പരിപ്പിൻ്റെ പായസം ഇല്ല, അതുപോലെ തോന്നില്ലേ, പ്രഥമനെ പോലെ. നോക്കിക്കേ, നല്ല അടിപൊളി ഭംഗിയില്ലേ കാണാൻ, നല്ല ടേസ്റ്റാണ്, കേട്ടോ. ഞാൻ തമാശ പറയില്ല. നിങ്ങൾ വിചാരിക്കും ഇവളൊന്നും അരയ്ക്കാതല്ലേ ചെയ്യുന്നത്, പക്ഷേ അരയ്ക്കേണ്ട ആവശ്യമില്ല. അതിന് പകരമാണല്ലോ നമ്മൾ വെളുത്തുള്ളിയെല്ലാം നല്ലപോലെ മൂപ്പിച്ചിട്ടത്. നല്ല അടിപൊളി ടേസ്റ്റാണ്, കേട്ടോ. ഒന്ന് ചെയ്ത് കൊടുക്കും. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ തേങ്ങാ പൗഡർ മേടിച്ചൊന്ന് ചെയ്ത് നോക്കിക്കുക. അപ്പം ഞാൻ പറഞ്ഞ സത്യമാണെന്ന് മനസ്സിലാവും. പിന്നെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് നല്ല സൂപ്പറല്ലേ. തേങ്ങ തിരുങ്ങാനും അരയ്ക്കാനും ഒന്നും നിൽക്കണ്ടല്ലോ, നമ്മൾ എല്ലാത്തിനും പറ്റും. നമുക്കൊക്കെ അതേ പറ്റത്തുള്ളൂ, കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കണേ. ഇവിടെ പിന്നെ എനിക്ക് പച്ചക്കറി തന്നെ മതി. ഞങ്ങളുടെ ലീജോമൊക്കെ ഇച്ചിരി മീൻ കറിയൊക്കെ വേണം. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്, കേട്ടോ. എല്ലാവരും നോക്കണേ, കേട്ടോ. തേങ്ങാ പൗഡർ ഒന്നും ഉപയോഗിച്ച് ടേസ്റ്റ് ഇല്ലയെന്ന് വിചാരിക്കുകയേ വേണ്ട. അടിപൊളിയാണ്, കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്, കേട്ടോ. ഓക്കെ, ബൈ, ടാറ്റ. എല്ലാവരും കമൻറ്റ് ഇടണേ, ലൈക്ക് ചെയ്യണം, കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പും സഹായമൊക്കെ ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ പുതിയ പിള്ളേരാണ്, കേട്ടോ. ഓക്കെ.